ഓക്കെ. ഇപ്പോൾ ജിൻസി ചേച്ചി ആയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഒരു അയലൻഡാണ്. അതായത് ചേച്ചി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു അയലൻഡിലാണ്. അയലൻഡ് എന്ന് പറയുമ്പോൾ മക്കൾക്ക് അറിയാവോ, അതായത് ചുറ്റും കടലാണ്, നടുവിൽ മാത്രം കരയായിട്ടുള്ള ഒരു സ്ഥലം. സ്ഥലത്തിന്റെ പേര് സിസിലിയ. ഓക്കെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ചേച്ചി ഇപ്പോ ഈ ഈ ഈ ഒരു സ്ഥലത്തായിരുന്ന സമയത്ത് ഒരു പള്ളി പോയി. മക്കൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ആ, ഓക്കെ. അപ്പോ ചേച്ചി ഈ പള്ളി പോയി, ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അതൊരു മാതാവിന്റെ പള്ളിയാ. സാധാരണ നമ്മൾ മാതാവിനെ കണ്ടിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാതാവാ അല്ലേ? പക്ഷേ ഈ പള്ളിയിലെ മാതാവും ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ കറുത്ത കളറാ. മാതാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളറാണ്. ഓക്കെ. അപ്പോൾ ഈ ബ്ലാക്ക് കളറ് മമ്മ മേരിയെ കണ്ടപ്പോൾ ചേച്ചിക്ക് ഒരു കൊതി, ഒന്ന് പോയി കാണാന്നേ. അങ്ങനെ ചേച്ചി എന്ത് ചെയ്തു, ഈ ബ്ലാക്ക് കളർ മാതാവിനെ കാണാനായിട്ട് പള്ളിയിൽ പോയി. പള്ളിയുടെ തൊട്ട് താഴെയായിട്ട് നിറയെ കടലാണ്, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുവേ. ഈ പള്ളി ചെന്ന സമയത്താണ് ചേച്ചി ഒരു സ്റ്റോറി അറിഞ്ഞത്. ഈ പള്ളിയില് ഈ ബ്ലാക്ക് മാതാവിനെ പറ്റിയിട്ട് ഒരു സ്റ്റോറി ഉണ്ട്. ഈ സ്റ്റോറി എന്താണെന്നറിയോ? മക്കള് ശ്രദ്ധിച്ച് കേട്ടോണേ. കാരണം ചേച്ചി കഥ ശ്രദ്ധിച്ച് കേട്ടെങ്കിലേ ഇത് കഴിയുമ്പോൾ ഉള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അയ്യോ ഇതെന്ത് വീഡിയോയാന്ന് അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആലോചിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. മാതാവിന്റെ സ്റ്റോറിയാണേ. പണ്ട് 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 ഒത്തിരി പണ്ട് ചേച്ചി പറഞ്ഞു അടുത്ത് കടലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കടലില് ഒരു ദിവസം ഒരു കപ്പൽ ഇങ്ങനെ പോവുകയാണേ. അപ്പൊ ഈ കപ്പൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് തീന്തരി എന്നാണേ. ആ, കേൾക്കാത്തൊരു പേരാ, തീന്തരി എന്നാണ്. അപ്പൊ ഈ തീന്തരിയുടെ അടുത്ത് ഈ കപ്പലിങ് എത്താനായപ്പം പെട്ടെന്ന് കപ്പൽ അങ്ങ് നിന്നുപോയി. അപ്പോ എല്ലാവരും അങ്ങ് പേടിച്ചു. ക്യാപ്റ്റൻ ഇതെന്ത് പറ്റി, പെട്ടെന്ന് കപ്പൽ എന്താ നിന്നു പോയെന്ന് ഓർത്ത് ഇവരിങ്ങനെ ട്രൈ ചെയ്യുക, എന്ത് ചെയ്താൽ കപ്പൽ മുന്നോട്ട് പോകുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെ അവര് അയ്യോ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു, അവരിങ്ങനെ ഈ കപ്പലിന്റെ ആങ്കറൊക്കെ ഇങ്ങനെ താത്തി അവിടേക്ക് ഇങ്ങനെ തപ്പി നോക്കുന്ന സമയത്ത് ഈ കപ്പൽ നിന്ന സ്ഥലത്തു നിന്ന് അവർക്കൊരു ബോക്സ് കിട്ടി. ബോക്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയൊരു ബോക്സ്. അപ്പോൾ ഈ ബോക്സ് കിട്ടിയപ്പോൾ അവർ അയ്യോ ഇതെന്തൊരു ബോക്സാന്നോർത്ത് ആ ബോക്സ് ഓപ്പൺ ചെയ്തേ. അപ്പോൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്ത സമയത്ത് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു മാതാവ് ഉണ്ണീശോയെ പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റാച്ചു കിട്ടി. ഇച്ചിരി വലിയൊരു, അധികം വലിപ്പമില്ല, പക്ഷെ ഇച്ചിരി വലിയൊരു സ്റ്റാച്ചു. അപ്പോൾ പെട്ടെന്ന് ഈ കപ്പലിലുണ്ടായിരുന്ന കപ്പലിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞു, ഓ അപ്പോൾ ഈ മാതാവിനെ നമുക്ക് ഈ എന്നാ പറയുന്നത്, ആ സ്ഥലത്തിന്റെ പേര് ചേച്ചി പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, തീന്തരി എന്നാ. അപ്പോൾ ആ തീന്തരി എന്ന് പറഞ്ഞ ആ കരയോട് ചേർന്ന് ഒരു കുഞ്ഞു പള്ളി ഉണ്ടായിരുന്നു. ഇപ്പൊ പള്ളി വലുതാക്കിയേ, ചേച്ചി പോയ സമയത്ത് അത് വലുതാക്കി. അപ്പൊ ഈ കുഞ്ഞു പള്ളി കൊണ്ടുപോയി എന്ത് ചെയ്തു, ഈ മാതാവിന്റെ സ്റ്റാച്ചു കൊണ്ടുവച്ചു. ഓക്കെ. അപ്പോൾ ഒത്തിരി പേര് മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഇങ്ങനെ വന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഈ മാതാവ് എല്ലാവർക്കും വേണ്ട അനുഗ്രഹമൊക്കെ കൊടുത്ത് മാതാവിനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയേ. അങ്ങനെ അന്നത്തെ സമയത്ത് ചേച്ചി പറഞ്ഞു ഒത്തിരി പണ്ടാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഒത്തിരി പണ്ടായിരുന്ന സമയത്ത് അന്ന് വണ്ടികളൊന്നുമില്ല, അധികം വാഹനങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വീട്ടില് ഒരമ്മ, ഈ അമ്മയ്ക്കൊരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു. കുഞ്ഞുവാവ എന്ന് പറഞ്ഞാൽ 3-4 വയസ്സൊക്കെ ആയ ഒരു കുഞ്ഞുവാവ. ഓക്കെ. പക്ഷേ ഈ കുഞ്ഞുവാവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? അവൻ എന്താ പറയുന്നത്, ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞുവാവ ഉണ്ടായേ പിന്നെ ഇവൻ എഴുന്നേക്കില്ല, സംസാരിക്കത്തില്ല, അവന് നടക്കാനും ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു കുഞ്ഞുവാവയാ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. കുഞ്ഞിന് 4 വയസ്സായിട്ട് അവൻ നടക്കത്തില്ല, എഴുന്നേക്കത്തില്ല, മിണ്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ തീന്തരി മാതാവിനെ കുറിച്ച് കേട്ടപ്പം ഈ അമ്മ പ്രാർത്ഥിക്കുകയാണ്. അമ്മ പ്രാർത്ഥിച്ചിട്ട് അമ്മ പറഞ്ഞു, എൻ്റെ തീന്തരി മാതാവേ, എൻ്റെ കുഞ്ഞിന് സുഖമാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയെ കാണാനായിട്ട് വരാം, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നടന്നു വരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അത്ഭുതം എന്ന് പറയാം, ഈ കുഞ്ഞാവയ്ക്ക് നടക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ശേഷി കിട്ടിയേ. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, ഈ കുഞ്ഞുവാവയും കൊണ്ട് വരിക. കുഞ്ഞുവാവയും കൊണ്ട് നടന്നു ഒത്തിരി ദൂരം നടക്കണം. അന്നത്തെ കാലത്ത് വാഹനങ്ങളൊന്നുമില്ല, നമ്മുടെ പോലെ വണ്ടിയൊന്നുമില്ല ചേച്ചി പറഞ്ഞു. അപ്പോൾ ഈ അമ്മ ഈ കുഞ്ഞുവാവയും കൊണ്ട് ഇങ്ങനെ വരുവാണേ. പള്ളി വന്ന് ഒരു കുഞ്ഞു പള്ളിയായിരുന്നു. അപ്പൊ ഈ പള്ളി കയറി അമ്മ എന്ത് ചെയ്തു,
മാതാവിനെ കണ്ട സമയത്ത് മക്കൾക്കറിയാം യൂറോപ്യൻസ് ഒക്കെ നല്ല വൈറ്റ് കളറായിട്ട് ഫെയർ ആയിട്ടിരിക്കുന്ന ആളുകളാ അല്ലേ. അപ്പോൾ ഈ അമ്മ ഈ കുഞ്ഞുവാവയും കൊണ്ട് വന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ഒരു മാതാവ്. അപ്പൊ ഈ അമ്മയ്ക്ക് മാതാവിനെ ഇഷ്ടമായില്ല. അയ്യേ, ഈ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണോ എൻ്റെ കൊച്ചിന് നടക്കാൻ പറ്റിയേ എന്നോർത്ത് ഇങ്ങനെ എന്നാ പറയുന്നേ, ഈ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ഈ അമ്മയ്ക്ക് ഇഷ്ടം തോന്നിയില്ല. അങ്ങനെ ഇഷ്ടം തോന്നാതിരുന്നപ്പം ഈ മാതാവ് അമ്മ പള്ളിയിൽ നിന്ന് തിരിച്ചു വരിക, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാതെ പള്ളിയിൽ നിന്ന് തിരിച്ചു വരികയാണേ. തിരിച്ച് അമ്മ പുറത്തിറങ്ങി നോക്കുമ്പം കൊച്ചിനെ കാണുന്നില്ല. അപ്പോഴാണ് എന്നാ പറയുന്നത്, തൊട്ടപ്പുറത്ത് ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിന്ന് ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പം ചേച്ചി പറഞ്ഞില്ലേ പള്ളിയുടെ തൊട്ടടുത്ത് കടലാ. അപ്പോൾ ഒത്തിരി അതായത് പള്ളി ഇച്ചിരി കയറ്റത്തിലാ, എന്നിട്ട് തൊട്ട് താഴെ കടൽ, ഈ കുഞ്ഞു കടലിലേക്കും വീണു. ഓക്കെ, അപ്പൊ അമ്മ കരയാൻ തുടങ്ങി. അമ്മ കരഞ്ഞു ഓടി വന്ന് തിരിച്ച് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എന്നോട് ക്ഷമിക്കണേ, അമ്മ കറുത്ത മാതാവാണെന്ന് ഓർത്ത് അമ്മയോട് ഞാനത് പ്രാർത്ഥിക്കാനായിട്ട് വിസമ്മതിച്ച്, എന്നോട് ക്ഷമിക്കണേ അമ്മയെന്നും പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ മാതാവ് എന്ത് ചെയ്തു എന്നറിയോ, ഈ കുഞ്ഞുവാവ കടലിൽ പോയത്, ഈ കടലിൽ ഈ കുഞ്ഞുവാവ ഒരു 1-2 കിലോമീറ്റർ ദൂരെയാ പോയി കിടക്കുന്നേ. അതായത് കടലിലങ്ങ് ഒഴുകിപ്പോയി. പെട്ടെന്ന് കടലിൽ നിന്ന് മണ്ണങ്ങ് പൊന്തി വന്നിട്ട് എവിടെയാണോ ഈ കുഞ്ഞുവാവ കിടന്നത് അതുവരെയും അത്രയും നീളത്തില് കടലങ്ങ് ആ മണ്ണങ്ങ് പൊന്തി അങ്ങ് വന്നു. അമ്മ ഓടിപ്പോയി കുഞ്ഞുവാവയെ എടുത്ത് ഈ തീന്തരി മാതാവിനോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ഇതാണ് സ്റ്റോറി. ഓക്കെ, പക്ഷേ ഇപ്പോഴും ആ കടലില് ആ നടുക്ക് ആ റോഡ് അങ്ങനെ കിടക്കുക. നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, കടലാ, ചുറ്റും കടലാ. പക്ഷെ ആ കടലിന്റെ നടുക്ക് ഒരു റോഡ്, ഒരു 1.5-2 കിലോമീറ്റർ നീളത്തില് ആ റോഡ് അങ്ങനെ കിടക്കുക. അപ്പൊ അമ്മ മാതാവ് അങ്ങനെ എന്ത് ചെയ്തു, ഈ കുഞ്ഞുവാവയെ രക്ഷിച്ചു. ചേച്ചി ഈ ഫോട്ടോ കാണിച്ചു തരൂ കേട്ടോ. അപ്പൊ ഈ സ്റ്റോറി ഓർത്തിരിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അങ്ങനെ അമ്മ മാതാവിനെ ഇപ്പൊ നമുക്ക് കൂട്ടുകിട്ടി. ഇനി നേരെ അപ്പോ അങ്ങനെ തീന്തരി മാതാവിന്റെ സ്റ്റോറിയൊക്കെ കേട്ട് ചേച്ചി ഇങ്ങനെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ വരാൻ നേരത്താണ് തൊട്ടപ്പുറത്തായിട്ട് ഒരു കുഞ്ഞു പള്ളി കണ്ടു. ഓക്കെ, അതായത് തീന്തരി മാതാവിന്റെ അന്നത്തെ കുഞ്ഞു പള്ളി മാറ്റി ഇപ്പൊ വലിയ പള്ളിയാണേ. അപ്പൊ ആ സ്റ്റോറിയൊക്കെ കേട്ട് ആ വലിയ പള്ളിയുടെ അടുത്തായിട്ട് ഒരു കുഞ്ഞു പള്ളിയുണ്ട്. അപ്പം ഒരു കുഞ്ഞു ചാപ്പല് പോലെ. അപ്പൊ ചേച്ചി ആ പള്ളിയിലും കയറിവേ. ആ പള്ളിയിൽ കയറിയ സമയത്ത് ആ പള്ളിയുടെ 2 സൈഡിലുമായിട്ട് നിറയെ സെയിൻസിന്റെ പിക്ചർ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി ആ പള്ളിയുടെ 2 സൈഡ് ഇങ്ങനെ നോക്കിയ സമയത്ത് ഇവിടെ ഒരു ചിത്രം, ഇവിടെ ഒരു ചിത്രം. 1, 2, 3, 4, 5, 6, 7, 8, 9 ചിത്രമുണ്ട്. പക്ഷെ ഈ 10ന്റെ പ്ലേസ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ എംറ്റി ആയിട്ട് വെള്ള പെയിന്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ചേച്ചിക്ക് ഒരു സംശയം, അതെന്താ അവിടെ ഒരു സെയിന്റിന്റെ ചിത്രം വരച്ചു വെക്കാഞ്ഞേ? അപ്പൊ ഞങ്ങളുടെ കൂടെ പള്ളിയിലെ അച്ഛനും ഉണ്ടായിരുന്നേ. അപ്പൊ പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് ചേച്ചി ചെന്ന് ചോദിച്ചു, അച്ഛൻ അവിടെ എന്താ സെയിന്റിന്റെ ഫോട്ടോ ഇല്ലാത്തേ? അപ്പോ അച്ഛൻ ചേച്ചിയോട് എന്താ പറഞ്ഞെന്നറിയോ, ആ സ്ഥലം എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാന്ന്. എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രല്ല, നിങ്ങൾക്ക് വേണ്ടി കൂടി ഇല്ലേ. സെയിന്റ് പാദ്രി പിയോയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, എവുപ്രാസ്യമ്മയോട് പ്രാർത്ഥിക്കുന്നു, അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കുന്നു. അവര് മാത്രമേ ഉള്ളൂ സെയിൻസ്. നമുക്ക് സെയിൻസ് ആവാൻ പറ്റുമോ? തംസപ്പ് കാണിച്ചാൽ മതി, മൈക്ക് ഓൺ ചെയ്യാതെ തംസപ്പ് കാണിച്ചാൽ മതി. യെസ് ഓർ നോ? യെസ്. ഈ വിശുദ്ധരൊക്കെ നമ്മളെ എന്താ പഠിപ്പിക്കുന്നതെന്നറിയോ? നമുക്കും സെയിൻസ് ആവാൻ പറ്റും എന്നാ പഠിപ്പിക്കുന്നേ. ഓക്കെ, അപ്പോ സെയിൻസിന്റെ കൂടെ അമ്മ മാതാവിന്റെ കൂടെ നമ്മളിപ്പോ എവിടെ പോവാന്നറിയോ? നമ്മളിപ്പോൾ പോകുന്ന സ്ഥലമാണ്, ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി വേദപാഠം പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോഴല്ല, ഇച്ചിരി മുന്നേ. അപ്പം അങ്ങനെ വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഏഞ്ചൽ വാവ ഉണ്ടായിരുന്നേ. അപ്പം ഈ ഏഞ്ചൽ വാവ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഏഞ്ചൽ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ഏഞ്ചലിൻ്റെ സ്വപ്നം ഏഞ്ചൽ ഇങ്ങനെ വേദപാഠ ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണേ. ചേച്ചി ടീച്ചറെ എന്നാ വിളിച്ചേ. ടീച്ചറെ, ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നം കണ്ടത് ഒരു സ്വർഗമാണേ. അപ്പം ഈ സ്വർഗം, ഈ ഏഞ്ചൽ വാവ എക്സ്പ്ലെയിൻ ചെയ്ത സ്വർഗം ഇങ്ങനെ കേട്ടപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ കൊതിയായേ. അതെങ്ങനെ ഇരിക്കും അത്? അപ്പോൾ ഇപ്പം നമുക്ക് ChatGPT ഉണ്ട് അല്ലേ. അപ്പം ഞാൻ ഈ ഏഞ്ചൽ വാവയുടെ ഈ സ്വപ്നം ഇങ്ങനെ എന്ത് ചെയ്തു, ഡിസ്ക്രൈബ് ചെയ്തു. ChatGPT, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഏഞ്ചൽ, എനിക്കതൊന്ന് ഇമേജ് ആക്കി തരാമോ എന്ന് ചോദിച്ചേ.
അപ്പൊ ChatGPT ചേച്ചിക്ക് അത് ഇമേജ് ആക്കി തന്നു. ഏഞ്ചൽ വാവ എന്താ സ്വപ്നം കണ്ടേന്നറിയോ? ഒരു സ്റ്റെപ്പ്, ഗോൾഡൻ കളറായിട്ടുള്ള ഒരു സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിന്റെ രണ്ട് സൈഡിലും നിറയെ മാലാകമാര്. എന്നിട്ട് ഈ സ്റ്റെപ്പിന്റെ ഏറ്റവും മുകളിലായിട്ട് മക്കൾക്ക് കാണുന്നില്ലേ, ഈശോ ഇങ്ങനെ കൈ നീട്ടി നിൽക്കുകയാണ്. ഏഞ്ചൽ വാവയോട് വാ മോളെ സ്വർഗത്തിലേക്ക് കയറി വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഏഞ്ചൽ വാവേനെ നോക്കി നിൽക്കുക. അപ്പൊ ഏഞ്ചലിന് ഒത്തിരി സന്തോഷമായി. അപ്പൊ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് സ്വർഗത്തിന്റെ ഇമേജ് മാത്രമല്ല, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇതേപോലെ ഈശോ ഇങ്ങനെ കൈ നീട്ടി നമ്മളെ ഇങ്ങനെ നോക്കി നമ്മളെ കാത്തു നിൽക്കുന്നത് എപ്പോഴാ അറിയാവോ? മ്യൂട്ട് ചെയ്യണ്ട, ചേച്ചി ഉത്തരം പറയാം. നമ്മൾ പള്ളിയിൽ പോകുന്ന സമയത്ത് അല്ലേ? ഇപ്പൊ മുതല് എപ്പോഴാണോ നിങ്ങൾ പള്ളിയിൽ പോകുന്നേ ആ സമയത്ത് ദേ ഈ ഇമേജ് എപ്പോഴും മനസ്സിലോർക്കണം. എന്ത്? ഈശോ നമ്മളെ ഇങ്ങനെ കാത്ത് ഇങ്ങനെ ആ ഗോൾഡൻ സ്റ്റെപ്പിൽ നിറയെ മാലാകന്മാരൊക്കെ നമ്മളെ ഇങ്ങനെ കാത്തു നിൽക്കുന്നേ. ഓക്കെ, അപ്പോ അങ്ങനെ മാലാകന്മാരിങ്ങനെ നമ്മളെ കാത്തു നിൽക്കുക. ഉള്ളില് ഈശോ നമ്മളെ ഇങ്ങനെ കാത്തു നോക്കിയിരിപ്പുണ്ട്. പിന്നെ ആരൊക്കെ കാണും? ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുന്നത് നമ്മളുണ്ട്, പാട്ട് പാടുന്ന ചേച്ചിമാരുണ്ട്, അവര് മാത്രമല്ലേ. പക്ഷേ നോക്കിക്കേ, അച്ഛൻ അവിടെ ബലിവേദിയിൽ നിൽക്കുന്ന സമയത്ത് തൊട്ടു മുകളില് നമ്മൾ നേരത്തെ വിളിച്ചു പറഞ്ഞ അമ്മ മാതാവുണ്ട്. നിറയെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന നമ്മുടെ സെയിൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, സൈഡിലായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും മരിച്ചു പോയവരൊക്കെ ഇല്ലേ, അവരൊക്കെ ശരിക്കും നമ്മുടെ ദിവ്യബലിയിൽ വരുന്നുണ്ട്. കാരണം അവർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. അപ്പൊ അവർ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടമാവില്ലേ? ഇപ്പൊ ചേച്ചിയുടെ അപ്പച്ചൻ ഇങ്ങനെ പള്ളിയിലെ ചേച്ചി വരുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കും, അയ്യോ എൻ്റെ ജിംസി വന്നല്ലോ. അപ്പൊ ചേച്ചി അപ്പച്ചന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാതെ നഖവും കടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ മാന്തിയൊക്കെ ഇരിക്കുവാണെങ്കിൽ എന്തു പറ്റും? അപ്പച്ചന് സങ്കടാവും അല്ലേ? എന്ന് പറഞ്ഞതുപോലെ അപ്പച്ചന് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. നമ്മൾ പള്ളിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പച്ചന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ നോക്കിക്കേ, ആ ചിത്രം ഒന്നുകൂടി നോക്കിക്കേ, കണ്ടോ? ഈശോ എന്നാ പറയുന്നേ, അച്ഛൻ ഇങ്ങനെ അപ്പം എടുത്ത് ഈശോയുടെ അപ്പം എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. തൊട്ടടുത്ത് മാലാകമാരുണ്ട്, തൊട്ട് മുകളിലായിട്ട് സെയിൻസ് ഉണ്ട്. പിന്നെ ആരോളെ? പരിശുദ്ധാത്മാവുണ്ട്, പിതാവായ ദൈവമുണ്ട്. ഒപ്പം ഈശോയെ കാണാനില്ലല്ലോ. ഈശോ എവിടെ പോയി കാണും? ഈശോ എവിടെയാന്നറിയോ? ഈശോ ആദ്യം നമ്മൾ പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് അച്ഛൻ വരത്തില്ല അല്ലേ? അത് കഴിഞ്ഞ് അച്ഛനും ബാക്കി ശുശ്രൂഷികളും എല്ലാരും വരുന്നത് മക്കള് കണ്ടിട്ടില്ലേ? ആ സമയത്ത് അച്ഛനായിട്ട് വരുന്നത് ഈശോയാ. ഇനി നിങ്ങൾ പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കണേ. അച്ഛൻ വരുന്നു, അന്നാ പെസഹ ചൊല്ലുന്നു, ഇതൊക്കെ കേൾക്കുന്നു. നമ്മളിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിരിക്കാതെ ഇച്ചിരി കൂടി നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. അതിനാ നമ്മള് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നേ അല്ലേ? അപ്പോ ഈശോ കുഞ്ഞുവാവയായിട്ടാണ് ആദ്യം വരുന്നേ, വലിയ ഈശോയായിട്ടല്ല ആദ്യം വരുന്നേ. ആദ്യം ഈശോ കുഞ്ഞുവാവയായിട്ടാ വരുന്നേ. നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടില്ലേ? അത്യുന്നതമാം സ്വർലോകത്തിൽ എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടില്ലേ? അതെപ്പ പാടുന്ന പാട്ടാ? ഈശോ ജനിക്കുമ്പോ മാലാഖമാര് പാടുന്ന പാട്ടല്ലേ? അതുകൊണ്ടാ പറഞ്ഞേ, ആദ്യം കുഞ്ഞുവാവയായിട്ട് ഈശോ വരുന്നു. പിന്നെ അതിന്റെ ശേഷം പാട്ട് പാടുന്നവര് അഖില കീർത്തനത്തിനും എന്നൊക്കെ പറഞ്ഞ് സങ്കീർത്തനം പാടും അല്ലേ? ആ സങ്കീർത്തനം പാടുന്ന സമയത്ത് അമ്മ മാതാവ് ഉണ്ണീശോയെ ഇങ്ങനെ ഉറക്കുന്ന സമയാ. അത് കഴിയുമ്പോ ഉണ്ണീശോ ഇങ്ങനെ വലുതാകും. പള്ളി ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന സമയത്ത് ഇതാ നമ്മൾ ഓർക്കേണ്ടത്. അങ്ങനെ ഉണ്ണീശോ വലുതായി. എപ്പോഴാ ഉണ്ണീശോ വലുതാകുന്നേന്നറിയോ? ചേച്ചി പറയാം. ഉണ്ണീശോ വലുതാകുന്നത് അച്ഛൻ ബൈബിള് വായിക്കുന്ന സമയത്താ. ആ സമയത്ത് അച്ഛനല്ല ബൈബിള് വായിക്കുന്നേ, ഈശോയാ ബൈബിള് വായിക്കുന്നേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഈശോ ബൈബിള് വായിച്ചിട്ട് ഈശോ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാ ചെയ്യുന്നേ. ഓക്കെ, അതും കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് എന്താ? അച്ഛൻ ഇങ്ങനെ അപ്പവും വീഞ്ഞും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ അച്ഛൻ ഇങ്ങനെ അപ്പം ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ ഒരു സമയത്താണ്
ഈശോ നമുക്ക് വേണ്ടി മരിച്ച് ഇങ്ങനെ കുരിശിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അങ്ങനെ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അത് കഴിഞ്ഞിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താ? നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ മാറി ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയം. ചേച്ചിമാർ പാട്ടൊക്കെ പാടുന്നുണ്ടായിരിക്കും. അമ്മമാരും ചേച്ചിമാരും പപ്പന്മാരും ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് കുർബാന സ്വീകരിച്ച് ഇങ്ങനെ പോകും അല്ലേ? ആ കുർബാന സ്വീകരിച്ച് പോകുന്ന സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം. കാരണം എന്നാന്നറിയോ? ഈ കുർബാന എന്ന് പറയുന്നതാണ് നമ്മുടെ ഈശോ. അപ്പോ നമ്മുടെ പപ്പയും മമ്മിയും കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ആരെയാ സ്വീകരിക്കുന്നേ? ഈശോയെയാ സ്വീകരിക്കുന്നേ. നിങ്ങൾ വേദപാഠം പഠിക്കുന്നത് കൊണ്ട് ആ സമയത്ത് നമുക്ക് ഈ പപ്പയുടെ മമ്മിയുടെ അടുത്തോട്ട് ഓടിപ്പോകാൻ പറ്റത്തില്ലല്ലോ. ചേച്ചി എന്ത് ചെയ്യുമായിരുന്നു എന്നറിയോ? ചേച്ചിക്ക് 3 മക്കളുണ്ട്. ഇപ്പൊ വലുതായി കേട്ടോ, നിങ്ങളെക്കാളും ഒക്കെ വലുതായി, വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ആയി. അപ്പോൾ ഇവരിങ്ങനെ കുഞ്ഞുവാവയായിരുന്ന സമയത്ത് ചേച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുർബാന സ്വീകരിച്ച് വരുന്ന സമയത്ത് കുഞ്ഞുവാവയ്ക്ക് ഇങ്ങനെ ഉമ്മ കൊടുക്കും. കാരണം വായ കൊണ്ട് ആദ്യം കുഞ്ഞുവാവയ്ക്ക് ഉമ്മ കൊടുക്കണം. കുഞ്ഞുവാവയ്ക്ക് ഉമ്മ കൊടുക്കുമ്പോൾ ആ കുഞ്ഞുവാവയുടെ കയ്യിലും ഈശോ എത്തും. നിങ്ങൾക്ക് കുഞ്ഞനിയന്മാരും അനിയത്തിമാരും ഉണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണമെന്നറിയോ? വീട്ടിൽ ചെന്നിട്ട്, വീട്ടിൽ ചെന്നിട്ടല്ല, ഇപ്പൊ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അമ്മയുടെ അടുത്ത് പറയണം, അമ്മേ അടുത്ത പ്രാവശ്യം കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ കുഞ്ഞുവാവയ്ക്ക് ഉമ്മ കൊടുക്കണേ. ഉമ്മ കൊടുക്കുമ്പോൾ ഈശോ കുഞ്ഞുവാവയുടെ ഉള്ളിലെത്തും. കാരണം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടില്ല അല്ലേ? വിശുദ്ധ കുർബാന സ്വീകരിച്ച ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടോ? ആദ്യ കുർബാന സ്വീകരിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല, കുഞ്ഞുവാവകളാണ് അല്ല. 5ാം ക്ലാസ്സിൽ എത്തണമെന്ന് തോന്നുന്നു ആദ്യ കുർബാന സ്വീകരിക്കാൻ. ഓക്കെ, അപ്പോ ഇനി ഒരു സൊല്യൂഷനും കൂടി ഉണ്ട്. നമ്മൾ സൺഡേ വേദപാഠമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് നമുക്ക് ഹഗ് ചെയ്യാം. അമ്മയും പപ്പയെ ഹഗ് ചെയ്യാം. ഹഗ് ചെയ്യുന്ന സമയത്ത് അമ്മയുടെയും പപ്പയുടെ ഉള്ളിൽ ആരുണ്ട്? ഈശോയുണ്ട്. ഓക്കെ, അപ്പോ ഓർത്തിരിക്കണം, അമ്മ മാതാവുണ്ട്, മാലാഖമാരുണ്ട്, പിന്നെ വിശുദ്ധരുണ്ട്, പിന്നെ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവര് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ പപ്പയും മമ്മി നമ്മളെല്ലാവരും കൂടെ നമ്മൾ ഈ ഗോൾഡൻ സ്റ്റെപ്പ് പള്ളിയുടെ പുറത്തുനിന്ന് നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറുമ്പോഴേ ചേച്ചി കാണിച്ചതാണ് ആ പിക്ചർ ഓർക്കണം നിങ്ങൾ. ഓക്കെ, ആ പിക്ചർ ഓർത്തിട്ട് നിങ്ങൾ യെസ്, ഞാൻ സ്വർഗത്തിലേക്കാണ് കയറാൻ പോകുന്നത്, എൻ്റെ കൂടെ മാലാഖമാര് വരും, ഈശോ വരും. ഈ ചിത്രം നിങ്ങൾ ഓർക്കണം. ഓർത്തിരിക്കുവോ? ഒന്ന് തംസപ്പ് ചെയ്ത് ഓർത്തിരിക്കുമെങ്കിൽ ഓക്കെ. എന്നിട്ട് ഇനിയുള്ള ഓരോ വിശുദ്ധ കുർബാനയെ സ്പെഷ്യലായിട്ട് നമ്മളിങ്ങനെ നന്മ മരത്തിലെ പിള്ളേരുണ്ടല്ലോ, ഇങ്ങനെ തലയിലൊക്കെ മാന്തി ഇങ്ങനെയൊന്നും ഇരിക്കത്തില്ല. ഈശോ ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുമോ, അയ്യോ നന്മ മരത്തിലെ പിള്ളേർ എന്ത് നല്ല പിള്ളേരെ കണ്ടില്ലേ എന്നെ നോക്കിയിരിക്കുന്നത്. ഈശോ ശരിക്കും ഇങ്ങനെ കൊതിച്ച് നോക്കിയിരിക്കുകയായിരിക്കും നമ്മളെ. ഓക്കെ, അപ്പോൾ ഈശോയെ വിഷമിപ്പിക്കാതെ എല്ലാവരും മിടുക്കരായിട്ട് ഈശോയുടെ കൂടെ, മാലാഖമാരുടെ കൂടെ, സെയിൻസിന്റെ കൂടെ, അമ്മ മാതാവിന്റെ കൂടെ ഈശോയോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുവോ? തംസപ്പ്. ഓക്കെ, അങ്ങനെയാണ് ഇനി സ്പെഷ്യലായിട്ട് ചേച്ചി അടുത്ത വീഡിയോ കാണിക്കാൻ പോവുക. ചേച്ചി പറഞ്ഞ സ്റ്റോറി എല്ലാവരും ഓർക്കുന്നുണ്ടോ? തീന്തരി മാതാവിന്റെ. ഓക്കെ, അപ്പോൾ തീന്തരി മാതാവിനെ ഇപ്പോൾ കാണിക്കാനായിട്ട് പോവുകയാണേ ചേച്ചി. അപ്പോൾ തീന്തരി മാതാവിൻ്റെ സ്റ്റോറി ഓർക്കണം. ഇപ്പോഴത്തെ പള്ളി പുതിയ പള്ളിയാണേ. പണ്ട് കുഞ്ഞിപ്പള്ളിയായിരുന്നു. ഇപ്പോഴത്തെ പുതിയ പള്ളിയിലാ ചേച്ചി വീഡിയോയിൽ കാണിക്കുന്ന പുതിയ പള്ളിയാ. പിന്നെ കടലിൻ്റെ നടുവിലൂടെയുള്ള ആ വഴി കാണാൻ പറ്റും. ഇനി തീന്തരി മാതാവിൻ്റെ പള്ളിയുടെ ഉള്ളിലുള്ള ചിത്രം കാണിക്കുന്ന സമയത്ത് അപ്പോൾ കൈ കൂപ്പിയിട്ട് എല്ലാവരും പെട്ടെന്നൊന്ന് ആലോചിച്ച് വെച്ചോ. എന്നിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് ഓർത്ത് വെച്ചോണം. കാരണം അമ്മ മാതാവ് ഷീസ് സോ ഗുഡ്, ഷീസ് സോ എന്നാ പറയുന്നേ, എന്ത് നിങ്ങൾ പറഞ്ഞാലും അപ്പ കേൾക്കുന്ന മാതാവാ. ഓക്കെ, ഓർത്തോ? എല്ലാവരും ഓർത്തു വെച്ചോ, പെട്ടെന്ന് ഓർത്തു വെച്ചോ. അമ്മ മാതാവേ, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് സാധിച്ചു തരണേന്ന് പറയണം. പെട്ടെന്ന് ഓർത്തു വെച്ചോ.